ഇത് ശ്രീനാരായണ സേവികാശ്രമം. ശ്രീനാരായണ ഗുരുദേവൻ ദീർഘവീക്ഷണത്തോടെ തുടങ്ങിവെച്ച വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ആരംഭമാണ് 1918 സിലോണിൽ നിന്ന് ഗുരു പ്രസിദ്ധീകരിച്ച സന്ദേശം. അതിൽ ഊന്നൽ നൽകുന്നത് വനിതാ ശാക്തീകരണത്തോടൊപ്പം അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളാണ്. ഇതിനുവേണ്ടി ദേശം തോറും കൈത്തൊഴിൽ ശാലകളും മലയാളവും ഇംഗ്ലീഷും സംസ്കൃതവും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും അവിടെ എത്തുന്ന കുട്ടികൾക്ക് നിഷ്കർഷമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവഗുണം, ഭാഷാജ്ഞാനം, ആചാരം, ശിശുസംരക്ഷണം, ഗൃഹഭരണം, രോഗശുശ്രൂഷ എന്നിവ പരിശീലിക്കുന്നതിന് സൗകര്യമുണ്ടാകുന്നതോടൊപ്പം അവരെ ഗൃഹലക്ഷ്മികളുടെയും ബ്രഹ്മചാരിണികളുടെയും മാതൃകയാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ധർമ്മപരിപാലന മഠം കൊണ്ട് ഗുരു ലക്ഷ്യമിട്ടത്. ഈ ലക്ഷ്യത്തിൻ്റെ പ്രത്യക്ഷവൽക്കരിച്ച രൂപമാണ് നാം ഇന്ന് കാണുന്ന ശ്രീനാരായണ സേവികാശ്രമം. ഗുരുദേവൻ്റെ മേൽപ്പറഞ്ഞ സന്ദേശം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ഉദ്യോഗം സ്വയം ഒഴിഞ്ഞ് സമ്പാദിച്ച ധനവും മനവും സ്വത്തും ആയുസ്സും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സ്വാമിനി അമൃതമാത. സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം ഉയർന്നു വരുന്നതിന് അവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉദയം. 1924 ഓഗസ്റ്റ് 5 എറണാകുളം ജില്ലയിലെ പാല്യത്തുരുത്ത് ഗ്രാമത്തിലാണ് സുശീല ജനിച്ചത്. പുതിയകാവ് ഗവൺമെൻറ് സ്കൂളിലും സെൻറ് മേരീസ് സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് മഹാരാജാസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പഠനം നടത്തിയ ശേഷം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോലി നേടി. ജോലിയോടൊപ്പം ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയതിലൂടെ ജ്ഞാനത്തോടുള്ള പ്രതിബദ്ധത തെളിഞ്ഞു. ലൗകിക ജീവിതത്തിൽ നിന്നും ആത്മീയ മാർഗത്തിലേക്കുള്ള ആന്തരിക വിളിക്കനുസരിച്ച് ഈ തപസ്വിനി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലെ ജോലി ഉപേക്ഷിച്ച് വർക്കല ശാരദഗിരിയിലെ ഗൗരിക്കുട്ടിയമ്മയുടെ സാന്നിധ്യത്തിൽ സേവനമാരംഭിച്ചു. ദീർഘകാലത്തെ ആത്മീയ സാധനയിലൂടെ വളർന്ന ഈ സാത്വികയ്ക്ക് 1990 ശിവഗിരിയിലെ ശാശ്വതികാനന്ദ സ്വാമികളിലൂടെ സന്യാസദീക്ഷ ലഭിച്ചു. ദീക്ഷയോട് ചേർന്ന് ലഭിച്ച അമൃതമാത എന്ന നാമം ആത്മീയ സ്വഭാവവും ദാർഢ്യവും പ്രതിനിധീകരിക്കുന്ന പുണ്യപദമായി. ദീക്ഷാനന്തര പ്രവർത്തനങ്ങൾ മാനസഗിരിയിൽ ആരംഭിച്ച അമൃതമാത പിന്നീട് സ്വന്തം ദേശമായ പാല്യത്തുരുത്തിലേക്ക് മടങ്ങി. അവിടെ ആത്മീയ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സന്യാസിനി മഠം സ്ഥാപിച്ചു. ഗുരുദേവ ദർശനത്തെ ഹൃദയത്തിലേറ്റി ഗ്രാമവാസികളുടെ ഉന്നമനത്തിനായി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. സേവനവും ആത്മീയതയും വിദ്യാഭ്യാസവും ഒരുമിച്ച് കെട്ടിയ ഈ സാത്വിക ജീവിതം ഗുരുദർശനത്തിൻ്റെ സജീവ സാക്ഷാത്കാരമായി സമൂഹത്തിൽ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു. 2009 ഏപ്രിൽ 21 ഈ തപസ്വിനി സമാധിയായി. പക്ഷേ അമൃതമാതയുടെ ദർശനവും പ്രവർത്തനങ്ങളും ഇന്നും പാല്യത്തുരുത്തിലെ ആശ്രമത്തിലും വിദ്യാലയത്തിലും ജീവത് പ്രചോദനമായി നിലനിൽക്കുന്നു. സ്വാമിനി അമൃതമാതയുടെ അനുജത്തിയുടെ മകളും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥയുമായ കൃഷ്ണമണി മാമിനോടൊപ്പമാണ് എനിക്കവിടെ പോകുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ഒരിക്കൽ ഞാൻ തനിയെ അവിടെ ചെന്ന സന്ദർഭത്തിൽ ഉച്ചയോടടുത്തിരുന്നു നേരം. ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ അവിടുത്തെ സ്വാമിനി അമ്മ, ഇപ്പോഴത്തെ മഠാധിപതിയായ ശാരദാപ്രിയ മാത, എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അമ്മ പറഞ്ഞ മറുപടി ഇതായിരുന്നു: അതിൽ വരുന്നവർക്കും കൂടിയുള്ള ഭക്ഷണം കരുതണം എന്നാണ് പറയുക. അവരവർക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും വെക്കും. ഞങ്ങൾക്ക് വൈകിട്ടുള്ള ഭക്ഷണം കൂടെ ഉണ്ടാവും. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയാണ് പറഞ്ഞേക്കണേ അല്ലേ? അതുകൊണ്ട് സ്വാമി അമൃതമാത ഉള്ളപ്പോൾ തുടങ്ങി അങ്ങനെയാണ് ആര് വന്നാലും ഭക്ഷണം കൊടുത്ത അമ്മ വിടാറുണ്ട്. VSPM ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ശ്രീനാരായണ സേവികാശ്രമത്തിൽ 2025 നവംബർ 29-30 ദിവസങ്ങളിലായിട്ട് സ്വാമിനി അമൃതമാതയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അമ്മയുടെ സ്വാമിനി അമൃതമാതയുടെ സമാധി മണ്ഡപത്തിൽ പ്രതിമാ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ശ്രീനാരായണ ഗുരുദേവൻ്റെയും സ്വാമിനി അമൃതമാതയുടെയും കൃഷ്ണമണി മാമിൻ്റെയും പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഗുരുസമർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്.